ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ രാവിലെ എനിക്കിപ്പോൾ ഒരു മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മഴക്കാറും മഴ, അപ്പോൾ ഞാൻ ഇന്നത്തെ കാര്യം പോക്കായി, ഇന്ന് പണി ആരും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ മഴക്കാറൊക്കെ വെച്ച് മഴയൊക്കെ പൊടിയുണ്ടായിരുന്നു. പിന്നെ എന്തായാലും ഇറങ്ങി, പണി ഉണ്ടെങ്കിൽ പോകാൻ ഇറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 8:30 ആയി കഴിഞ്ഞപ്പോഴേക്കും മഴ കുറഞ്ഞു കേട്ടോ. പിന്നെ നല്ല വെയിൽ തെളിഞ്ഞു. പിന്നെ ഞാൻ ബസ് സ്റ്റോപ്പിലെത്തി ബസ് നോക്കിക്കണേ കേട്ടോ കാണണേ. ബസ് നോക്കിയിരുന്ന ഒരു 8:30 ആയപ്പോൾ ഒരു ബസ് ഉണ്ട്. ആ ബസ് ഞാൻ കയറി ഓഫീസിലെത്തി. ചോറ് ഉച്ചയായപ്പോൾ പിന്നെ വലിയ മഴ പിന്നെ പെയ്തില്ല. ഉച്ചയായപ്പോൾ ചോറ് ഉണ്ട്. ചോറിന് വലിയ കറിയൊന്നും ഉണ്ടായില്ല. ഒരു നാരങ്ങാച്ചാറും പിന്നെ കൂർക്കൊലുത്തതായിരുന്നു കേട്ടോ. ചോറൊക്കെ ഊണ് കഴിഞ്ഞപ്പോൾ പിന്നെ എന്തെങ്കിലും 2 മിഠായി വായി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ മിഠായി 2 എടുത്ത് തിന്നു. ഇന്നിപ്പോൾ രമ്യ ലീവായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്കാട്ടെ ഇരുന്നത്. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് അവൾക്കും കൂടി കൊണ്ടുവന്ന് 2 മിഠായി കൊണ്ടുവന്നത്. പക്ഷേ അവൾ ലീവായിരുന്നോണ്ട് ഞാൻ 2 മിഠായി ഞാൻ തന്നെ തിന്നു കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ കൂട്ടാത്തിന് പിന്നെ കുറച്ച് ചാള മേടിച്ചായിരുന്നു കേട്ടോ. ഒന്ന് നല്ല ചാളയായിരുന്നു, നെയ്ച്ചാളയായിരുന്നു. അത് വറുത്തു. പിന്നെ കുറച്ച് ഇപ്പോൾ കുരുന്നുള്ള ചാള കുറേ വന്നിട്ടുണ്ടല്ലോ, അത് വയ്ക്കാനും മേടിച്ചു കേട്ടോ. അതിന് വില കുറവായിരുന്നു. മറ്റേ നെയ്ച്ചാളയ്ക്ക് കിലോ 300 കേട്ടോ. പിന്നെ ഇച്ചിരി ചീഞ്ചട്ടിയിൽ ചോറ് ഇട്ടു, അതും ഉണ്ട്. എനിക്ക് വലിയ ഇഷ്ടമാണ്. ചാള വറുത്ത ചീഞ്ചിൽ ചോറിട്ടുകൊണ്ടാണ് എനിക്ക് ഇഷ്ടമായിട്ട്. പിന്നെ നാളത്തേക്കുള്ള കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലെ പൂച്ച കേട്ടോ. അത് വീട്ടിലെ പൂച്ചയാണെന്ന് പറയാൻ പറ്റില്ല, വന്നേറിയ പൂച്ചയാണ്. അതിട്ട് പോവുകയില്ല. അതിൻ്റെ മെയിൻ സ്ഥലമാട്ടെ, ഈ വണ്ടിയുടെ സൈഡിലാണ് അതിന് ഇരിക്കാൻ ഇഷ്ടം. പിന്നെ അരുണ് പുതിയൊരു കമ്പ്യൂട്ടർ ഇട്ടപ്പോൾ മീനും വേണ്ട, ഒന്നും വേണ്ട, അക്കോറിയും വേണ്ട. അതുങ്ങൾക്ക് തീറ്റയും കൊടുക്കണം, ഒന്നും കൊടുക്കണം. പിന്നെ ഞങ്ങളുടെ നിലയിലാണ്, എൻ്റെ അമ്മച്ചിയുടെ നിലയിലായിരുന്നു തീറ്റ കൊടുക്കുന്നത്. പിള്ളേരിപ്പോൾ എന്തോ സ്പോഞ്ചൊരു സാധനം കിട്ടി ആ കമ്പ്യൂട്ടറിൻ്റെ അത് നന്നായിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ പിന്നെ മീനുകളൊക്കെ ചെന്ന് നോക്കി. അതുങ്ങൾ തീറ്റ ഇട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണ പോലെ എനിക്ക് തോന്നി. അതിന് ഞാൻ തന്നെ ഒരു ഇതെടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ അപ്പം തന്നെ പോയി തീറ്റയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇട്ട് കൊടുക്കാനും മടിയുള്ളൂ. പിള്ളേരാണെങ്കിലും നേരത്തെ അടിയായിരുന്നു തീറ്റ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ആർക്കും ഒരടിയില്ല. എന്നിട്ട് ഞാൻ പോയി അതുങ്ങൾക്ക് തീറ്റയൊക്കെ കൊടുത്തു. അതുങ്ങളെ തീറ്റ കിട്ടിയപ്പോൾ എല്ലാം കൂടി ഓടി വന്ന് തിന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ഫൈറ്റർ അവിടെ തന്നെ കിടപ്പുണ്ട്. ഒരെണ്ണുള്ളൂ കേട്ടോ, മറ്റൊരെണ്ണം ചത്തുപോയി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളും പിള്ളേരും കിടന്നു.